കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പെട്ടെന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ നമുക്ക് രാജലക്ഷ്മി അമ്മയെ തല്ലേണ്ടി വന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാവാതെ നമ്മൾ നോക്കിക്കോളാം. തല്ലിയോ? എന്തിന്? അതിന് മാത്രം എന്തുണ്ടായി? അതാ എനിക്കും അറിയേണ്ടത്. കാര്യം തിരക്കി പുറകെ വരുന്നവർക്കൊക്കെ ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? എന്റെ അമ്മയെ ശ്രീലക്ഷ്മി കൈ നീട്ടി അടിച്ചു. ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റോ എന്തിനാണെന്ന്? എന്താ മോളെ, എന്താ ഉണ്ടായത്? അതമ്മേ, മോളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഗർഭിണിയാണോ അല്ലയോ എന്നറിയാലോ. ഇപ്പോ എല്ലാവരും എല്ലാം അറിഞ്ഞല്ലോ. ഗർഭിണിയാണോന്ന് ചോദിച്ചത് തെറ്റാണോ? ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് തെറ്റാണോ? എന്റെ മോളെ പോലെ ആ ഭാഗ്യം ഇവൾക്ക് ഉണ്ടായോന്നറിയാൻ ഞങ്ങളൊന്ന് ശ്രമിച്ചതല്ലേ ഉള്ളൂ. ശ്രീലക്ഷ്മി, നീ ഇപ്പൊ കാണിച്ചത് തെറ്റാണ്. രാജലക്ഷ്മിയെയും നീ അമ്മയായി കണ്ട് സ്നേഹിക്കേണ്ടതല്ലേ? മാപ്പ് പറ. തല്ലിയിട്ടാണോ മാപ്പ്? എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ല. നിങ്ങളെല്ലാരും പകുതി കാര്യങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ. നമ്മൾ തല്ലിയത് അതിനു മാത്രമൊന്നുമല്ല. പിന്നെ രേഖ ഗർഭിണിയായിട്ടും നമ്മൾ ഗർഭിണിയാകാത്തത് നമുക്കെന്തോ ബാധയുടെ കുഴപ്പമുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാ നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്നും. അതുമാത്രല്ല, നമുക്കൊരു കുഞ്ഞുണ്ടാവാത്തത് എന്റെ ഭർത്താവും ഈ കുടുംബവും എന്തൊക്കെയോ വലിയ തെറ്റുകൾ ചെയ്തത് കൊണ്ടാണെന്നും പറഞ്ഞു. നീ കള്ളം പറയരുത്. ഞങ്ങൾ എപ്പോഴും നിന്നോട് അങ്ങനെ പറഞ്ഞത്? പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നില്ലെങ്കിൽ ഈ കൊട്ടാരം പോലത്തെ വീടൊക്കെ രേഖയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനാണെന്നും പറഞ്ഞു. ശ്രീലക്ഷ്മി, നീ ഇങ്ങനെ നുണ പറയരുത്. ഇതൊന്നും ഞങ്ങൾ അറിയാത്ത കാര്യങ്ങളാ. ഇനി ഇവര് നമ്മളോട് പറഞ്ഞതൊന്നും നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റുന്നതല്ല. അതിന് നമ്മുടെ സംസ്കാരം സമ്മതിക്കുന്നില്ല. വേറെ എല്ലാം നമ്മൾ സഹിക്കും, ക്ഷമിക്കും. നമ്മുടെ ഭർത്താവായ ഈ മനുഷ്യനെയും ഈ കുടുംബത്തെയും പറഞ്ഞത് മാത്രം നമ്മൾ ക്ഷമിക്കില്ല. അതാ നമ്മൾ പോലും അറിയാതെ അടിച്ചു പോയത്. ഇനി അമ്മ പറയൂ, നമ്മൾ മാപ്പ് പറയണോ? മധുരല്ലോ, ഇവള് പറയുന്നതൊക്കെ മതി. ശ്രീലക്ഷ്മി ആയതുകൊണ്ടാ ഒരടിയിൽ നിർത്തിയത്. ഇവളൊരു പാവമായിപ്പോയി. ഇനി ഇമാതിരി വേഷം കെട്ടുകൊണ്ട് ഇറങ്ങിയാൽ സ്വയം ഇറങ്ങി പോകേണ്ടി വരില്ല, പറഞ്ഞേക്കാം. പിന്നെ സ്വത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ വേറെ ആളുണ്ട്. അതിനാരും മെനക്കെടണ്ട.
എന്തായാലും പെട്ടി എടുത്ത് പോവാൻ ഇറങ്ങിയല്ലേ, അപ്പോ ഇറങ്ങി പോകുന്നോ അതോ ഇറക്കി വിടണോ? രഘു, നീ അകത്തേക്ക് പോ. പോകാൻ എന്റെ ഭാര്യ നിങ്ങളോട് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. തെറ്റ് ഏതായാലും തെറ്റായിപ്പോയി. ശ്രീലക്ഷ്മിയുടെ ട്രീറ്റ്മെന്റ് കഴിയുന്നവരെ ഏതിനും കുറച്ച് സാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. തൽക്കാലത്തേക്ക് ക്ഷമിക്കുക. ശ്രീലക്ഷ്മി വരൂ. രാജലക്ഷ്മി അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം നല്ല ദേഷ്യത്തിലാണെന്ന്. ഇനി മോളെ പോലെ നിങ്ങളും ഗർഭിണിയാണോ എന്തോ? അല്ല, ഈ ദേഷ്യമല്ലേ ഗർഭിണിയാവുമ്പോഴുള്ള നിങ്ങളുടെ അടയാളം. ആ പരിശോധനാ സാധനം മിച്ചമുണ്ടെങ്കിലേ ഒന്ന് പരിശോധിച്ച് ഉറപ്പിക്കുന്നത് നല്ലതാ. അമ്മേ, ആ ആശാൻ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. എന്നാലും ആശാനെ നമ്മളെ സമ്മതിച്ചു. ആശാൻ പറഞ്ഞ അച്ചട്ടാ, കണ്ടില്ലേ താഴെ അമ്മയും മോളും തുണിയും വാരിക്കെട്ടി ഇറങ്ങിയത്. എങ്ങനെയുണ്ടായിരുന്നു ആശാനെ നമ്മളെ അഭിനയം? അതൊക്കെ എല്ലാരും വിശ്വസിച്ചു. പക്ഷേ താൻ ചെയ്തത് കുറച്ച് കടന്നു പോയില്ലെന്ന് എനിക്കൊരു സംശയം. ഒന്നുമില്ലെങ്കിലും പ്രായത്തിൽ മൂത്താളല്ലേ. ആ, അത് നമുക്കും തോന്നി ആശാനെ. പക്ഷേ ചെപ്പക്കുറ്റിക്കൊന്ന് പൊട്ടിച്ച ശേഷ അങ്ങനെ തോന്നിയത്. നമുക്കിഷ്ടല്ലാത്ത ഭരണ നമ്മുടെ കണ്ണിലിരുട്ട് കയറും. പിന്നെ മുന്നിൽ നിൽക്കുന്നത് അമ്മയാണോ മോളാണോ വലുതാണോ ചെറുതാണോ എന്നൊന്നും ദേ ഇതിനറിഞ്ഞൂടാ. കേറി അങ്ങ് മെയ്യും. എന്നിട്ടേ ആലോചിക്കൂ വേണായിരുന്നോ വേണ്ടായിരുന്നോന്ന്. ആ, അവസരം വരട്ടെ, ഒരു മാപ്പ് പറഞ്ഞാളെ. അതും ആശാൻ പറഞ്ഞതുകൊണ്ട് മാത്രം. നമ്മളെ സ്വഭാവത്തിന് ഒട്ടും ഇണങ്ങാത്ത കാര്യമാണത്. എന്നാ പിന്നെ ആശ ഉറങ്ങിക്കോ. അല്ല, കൺമണി ടെറസിലേക്ക് തന്നെ പോവാണോ? പിന്നെ പോവാതെ? ഇത് വിശ്വാസത്തിന്റെ പേടിയുടെയും കാര്യമൊന്നും അല്ല ആശാനെ. നമുക്കിവിടെ കിടന്നാല് ഉറക്കം വരില്ല. അതാ ആശാൻ ഇവിടെ വിശാലായിട്ട് കിടന്നോ. ഗുഡ് നൈറ്റ്. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഗുഡ് നൈറ്റ്. ഇവിടെ കിടക്കണം സുഖം. ആ തണുത്ത മുറിയിൽ കിടന്ന കിട്ടൂ.
മെല്ലെ വരും മയിലേ ചിന്നമണി കുയിലേ മെല്ലെ വരും മയിലേ എங்கே உன் ஜோடி நான் போற தேடி ആശാനെ ഓയ് ആശാനെ ഓ ഓ ഏയ്, എന്ത് ഉറക്കൊന്നുമില്ലേ ഓ, രാത്രി വന്ന് പ്രകൃതിയൊക്കെ നോക്കി നിൽക്കുന്നു ആ, ആ മുറിക്കകത്താകെ ഒരു ശ്വാസം മുട്ടല് തീർത്തും ഒറ്റക്കായതുപോലെ പലതും ഓർത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കുറച്ചേരം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് കരുതി. ആ, ഉം, അത് കള്ളം ഉം. കയ്യിലിരിക്കണ തലേണയും ഷീറ്റും പായും കണ്ടപ്പോഴേ നമുക്ക് കാര്യം പിടികിട്ടി. ഓ, അല്ല ആശാനെ, ആശാനോട് എന്ത് ചോദിച്ചാലും ആശാൻ പറഞ്ഞു നിർത്തുന്നത് ശ്രീലക്ഷ്മി പുരാണത്തിലായിരിക്കും. ശ്രീലക്ഷ്മി ഇല്ലാതെ ആശാൻ അവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പ്രയാസാണെങ്കിൽ ദാ ഇവിടെ വന്ന് കിടന്നോ. ഇവിടെ ആശാൻ എന്റെ അടുത്ത് കിടക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. ഓ, ആ, ഒന്നുമില്ലേലും വിശ്വാസത്തെ കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചതല്ലേ. ആ, നമുക്ക് ആശാനെ വിശ്വാസ. അത് മാത്രല്ല, നമുക്ക് ആശാനെ അങ്ങ് ബോധിച്ചു. ആ, ആ, ആശാൻ പഴം വിഴുങ്ങിയ പോലെ നിക്കാതെ ഇവിടെ ഒന്ന് കിടക്ക്. ആ, ആ, ആശാന്റെ പാട്ട് പാടാൻ അറിയോ? ഏയ്, ഇല്ല. പക്ഷെ നമ്മള് പാടും, നല്ല ഉഗ്രനായിട്ട് പാടും. ഉം, ഞാൻ കേട്ടായിരുന്നു. എന്നിട്ട് എങ്ങനെ? ഭയങ്കരം. സംഗതികളൊക്കെ കൃത്യമായിരുന്നു. നീലഹസ്തി കൊടുതിക്ക് എല്ലാ വർഷവും നമ്മളെ പാട്ട് കാണും. കൊടുത്തിയോ? അതെന്താ സംഭവം? ഈ ഉത്സവം ഘോഷയാത്രയൊക്കെ ഇല്ലേ, പക്ഷെങ്കി ഇപ്പൊ നമ്മള് പാട്ട് പാടലൊക്കെ നിർത്തി. അതെന്താ? നമ്മളെ കണ്ണിന് കണ്ടുകൊടുത്ത കൊറേ എണ്ണം ഉണ്ട് അവിടെ. അവന്മാര് പറയണത് നമുക്ക് പാട്ടിന് താളം ഇല്ലെന്നാ. അയ്യോടാ, അങ്ങനെ പറഞ്ഞോ? അസൂയ, വെറും അസൂയ. ഉം, താളവും മേളവും ഒക്കെ ഉണ്ടെങ്കില് കൊടുതിക്ക് ഫ്രീ ആയിട്ട് പാടണോ? പൈസ വാങ്ങിച്ച് സിനിമയെ പാടിയാ പോരെ? പിന്നെ അല്ലാണ്ട്. ആ
ആശാനെ നമ്മൾ പറയണ വല്ലത് ആശാൻ കേട്ടാ? ആശാനെ നമ്മളൊരു കാര്യം കാണിച്ച് മനസ്സിലാക്കി തരാം. ദേ ആകാശത്തോട്ട് നോക്ക്. ഇനി കണ്ണടക്കി. ഇനി ആശാൻ ഏറെ ഇഷ്ടപ്പെട്ട ആളെ മനസ്സ് വിചാരിക്കും. പ്രണയമേ അരികിൽ വന്നു നീ ഒരു സുഖമുറവിയിലൊരുകുകയാണിൻ ഹൃദയമേ വെറുതെ അമ്മ ഉറങ്ങുന്നില്ലേ? ഈ രാത്രി എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും എന്നെ കൊണ്ടതിന് സാധിക്കില്ല. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് ആദ്യമായിട്ടാ ഒരാൾ എന്റെ നേരെ കൈ പൊക്കുന്നതും എന്നെ തല്ലുന്നതും. അതിനുള്ളത് തിരിച്ചു കൊടുക്കാതെ രാജലക്ഷ്മിക്ക് ഇനി ഉറക്കമില്ല. അത് അമ്മയ്ക്ക് ഈ അനുഭവം ആദ്യം ആയതുകൊണ്ടാ. എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയ അതിരിപ്പതാ. എന്റെ അമ്മേ, ഒരു മൂളലല്ലാതെ കുറച്ചു നേരത്തേക്ക് വേറെ ഒന്നും കേൾക്കാനേ പറ്റില്ല. നിനക്കൊരെണ്ണം തിരികെ കൊടുക്കാൻ വയ്യായിരുന്നോ? നിന്ന് കൊണ്ടേക്കുന്നു. അമ്മയ്ക്ക് കൊടുത്തുവിടായിരുന്നോ? അത് അവളങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചപ്പോ ഞാൻ വല്ലാതെ ഷോക്കായി പോയില്ലേ. അന്നത്തെ ആ ഷോക്കേ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. കൈയൊക്കെ പിടിച്ച് തിരിച്ച് എന്നിട്ട് മദറിലോയുടെ മുമ്പില് അവളുടെ അഭിനയം കണ്ടില്ലേ? അല്ല, അമ്മ എന്തുദ്ദേശിച്ചാ ഇവിടുന്ന് ഇറങ്ങി പോവാന്ന് കരുതിയത്? ബ്രദറിലോ തടഞ്ഞില്ലായിരുന്നെങ്കിലേ എന്താവുമായിരുന്നു? അടി കിട്ടിയ കാര്യം എല്ലാവരും അറിയുകയും ചെയ്തു. അതൊരു കണക്കിന് നന്നായി. അവളായിട്ട് തന്നെ എല്ലാവരോടും പറഞ്ഞല്ലോ. ഞാനോ നീയോ പറഞ്ഞാണ് ഗായത്രിയമ്മ അറിഞ്ഞെങ്കിൽ ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്ന് അവളാക്കി തീർത്താന്. പിന്നെ ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങിയ കാര്യം തെറ്റ് അവളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവളെ ഒന്ന് നാണം കെടുത്താന്ന് കരുതിയിട്ടാ. എന്നിട്ട് എന്തായി? രഹസ്യമായി നമുക്ക് കിട്ടിയത് പരസ്യവുമായി.